അയാൾ ഞങ്ങളുടെ ഉപ്പയെ കൊന്നു അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർലാന്റെ സദസ്സിലേക്ക് രണ്ട് യുവാക്കൾ ഒരു ഗ്രാമീണനെ വലിച്ചു വെച്ച് കൊണ്ടുവരികയാണ്. ഉമർലാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾ അവരുടെ ഉപ്പയെ കൊന്നിട്ടുണ്ട്? അദ്ദേഹം സത്യസന്ധപൂർവ്വം സമ്മതിക്കുകയാണ്, ഞാൻ അവരുടെ ഉപ്പയെ കൊന്നിട്ടുണ്ട്. എന്തിനാണ്, എങ്ങനെയാണ് കൊന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒട്ടകം അവരുടെ ഉപ്പയുടെ തോട്ടത്തിലേക്ക് കയറി. ആ ഒട്ടകത്തെ ആട്ടിപ്പായ്ക്കാനെന്നോണം അവരുടെ ഉപ്പ ഒരു കല്ലെടുത്തെറിഞ്ഞു. ആ എറിൽ എൻ്റെ ഒട്ടകം ചത്തുപോയി. എൻ്റെ മുന്നിൽ ചത്തുകിടന്ന എൻ്റെ ഒട്ടകത്തെ കണ്ടപ്പോൾ ആ ദേഷ്യത്തിൽ ചെന്ന് അതേ കല്ല് ഞാൻ അവരുടെ ഉപ്പയുടെ നേർക്കുമെറിഞ്ഞു. ആ എറിൽ അവരുടെ ഉപ്പയും മരണപ്പെട്ടു. ഉമർലാൻ ഇസ്ലാമിക വിധിന്യായ പ്രകാരം അദ്ദേഹത്തിൻ്റെ മേൽ വധശിക്ഷ പ്രഖ്യാപിക്കുകയാണ്. വിധി അംഗീകരിച്ച ശേഷം എനിക്ക് അനാഥരായ സഹോദരങ്ങളുണ്ട്, അവരുടെ കാര്യങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 3 ദിവസത്തെ താമസം ഉമർലാഹിനോട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഉമർലാൻ ചോദിക്കുകയാണ്, ആ 3 ദിവസത്തേക്ക് നിനക്ക് ആരാണ് ഇവിടെ ജാമ്യം നിൽക്കുക? ഒരു നിമിഷം സദസ്സാകെ നിശ്ചലമായി. കാരണം അദ്ദേഹത്തെ ആർക്കും അറിയില്ല. അദ്ദേഹം ഈ നാട്ടുകാരനല്ല, ഉൾഗ്രാമങ്ങളിൽ എവിടെയോ താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വേണ്ടി, അതും വധശിക്ഷയ്ക്ക്, ആര് ജാമ്യം നിൽക്കാനാണ്? എന്നാൽ പെട്ടെന്ന് അബൂദർ ഗുഫാരി റളിയല്ലാഹു അൻഹു, ഞാൻ അദ്ദേഹത്തിന് ജാമ്യം നിൽക്കാമെന്ന് നിൽക്കുകയാണ്. ഉടനെ ഉമർലാൻ ചോദിച്ചു, നിങ്ങൾക്ക് അദ്ദേഹത്തെ മുൻപരിചയമുണ്ടോ? അദ്ദേഹം എങ്ങാനും 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയെടുക്കുമെന്ന് പറഞ്ഞു. അബൂദർ റളിയല്ലാഹു അൻഹു അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസം കഴിഞ്ഞു, 3ാമത്തെ ദിവസം സൂര്യൻ അസ്തമിക്കാറായ സമയത്ത് ജനങ്ങളെല്ലാവരും തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇതുവരെ ആ ഗ്രാമീണൻ തിരികെ എത്തിയിട്ടില്ല. അദ്ദേഹം തിരികെ എത്താത്ത പക്ഷം അബൂദർ വധിക്കപ്പെടും. സഹാബാക്കൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായൊരു സഹാബിയാണ് അബൂദർ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുന്ന സമയത്ത് ദൂരെ നിന്നും കിതച്ചുകൊണ്ട് തൻ്റെ വിധി സ്വീകരിക്കാനെന്നോണം, വധശിക്ഷ സ്വീകരിക്കാനെന്നോണം ആ ഗ്രാമീണൻ കിതച്ചുകൊണ്ട് തിരികെ വരികയാണ്. ഉമർലാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, രക്ഷപ്പെടാമെന്നുണ്ടായിട്ടും താൻ എന്തിനാണ് തിരികെ വന്നതെന്ന്. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, മനുഷ്യർക്കിടയിൽ നിന്നും വാക്കുപാലിക്കുക എന്നുള്ള സ്വഭാവം ഇല്ലാതായെന്ന് നാളെ ആരും പറയാതിരിക്കാനാണ്. ഉടൻ അബൂദർ റളിയല്ലാഹുവിനോട് ഉമർലാൻ ചോദിക്കുകയാണ്, തനിക്ക് യാതൊരു മുൻപരിചയമില്ലാതെ ഇയാൾക്ക് വേണ്ടി, അതും വധശിക്ഷയ്ക്ക്, താൻ എന്തിനാണ് ജാമ്യം നിന്നത്? മനുഷ്യർക്കിടയിൽ നിന്നും മറ്റുള്ളവരെ സഹായിക്കുക എന്ന സ്വഭാവം ഇല്ലാതായെന്ന് ആരും പറയാതിരിക്കാനാണ്. ഈ 2 പേരുടെയും വാക്കുകൾ കേട്ട് കരഞ്ഞുകൊണ്ട് ആ യുവാക്കൾ പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹത്തിന് ഞങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു. മനുഷ്യർക്കിടയിൽ നിന്നും വിട്ടുവീഴ്ച എന്ന സ്വഭാവം ഇല്ലാതായെന്ന് ആരും പറയാതിരിക്കാൻ. വാക്കുപാലിക്കൽ, പരസഹായം, വിട്ടുവീഴ്ച, ഇതെല്ലാം ഇസ്ലാം മുന്നോട്ട് വെച്ച മാനുഷിക മൂല്യങ്ങളാണ്. അവയെല്ലാം എന്നും മുറുകെ പിടിക്കാൻ നാഥൻ നാമേവരെയും തുണക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.